ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദും അമലും കൂടിയിട്ട് ഇങ്ങനെ തോളിലൊക്കെ കൈയിട്ട് പതുക്കെ കാട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അമല് ചോദിക്കേണ്ടത് ഇങ്ങനെ വയ്യായികയൊക്കെ മാറിക്കഴിഞ്ഞാൽ വിനായകേട്ടൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴേക്കും ഞങ്ങളൊക്കെ ഓർത്ത് വിഷമമായിരിക്കും അല്ലേ എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് തലയാട്ടാണ്. ഞങ്ങൾക്കും അതെ, വിനായകേട്ടൻ പോകുമ്പോഴേക്കും വല്ലാത്ത വിഷമമായിരിക്കും എന്നൊക്കെ പറയാണ്. അതിനുശേഷം പറയുന്നുണ്ട്, അതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഇടക്കൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ. വരും എന്ന് ഗംഗപ്രസാദ് തലയാട്ടാണ്. പെട്ടെന്നാണ് ഗംഗപ്രസാദ് ഒരു കാഴ്ച കാണുന്നത്. അങ്ങ് ദൂരെ നിന്നിട്ട് രണ്ട് പോലീസുകാർ വരുന്നു കേട്ടോ. അത് കാണുന്നു ഗംഗപ്രസാദ് വേഗം തന്നെ അമലിന്റെ അടുത്ത് നിന്ന് ഓടി ഒരു മരത്തിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒളിച്ചു നിന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പൊ രണ്ട് പോലീസുകാരാണ് വരുന്നത്. അവര് നമ്മുടെ അമലിനെ കാണുമ്പോൾ അമലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താടി ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, ഒന്നുമില്ലേ മാനെ, തേനെടുക്കാൻ വേണ്ടി വന്നതാണ്. കാട്ടില് നല്ല തേൻ കിട്ടോടി എന്ന് ചോദിക്കുകയാണ് എന്ന് അമല് പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു പോലീസുകാരൻ പറയുന്നുണ്ട്, അല്ല ഇവളുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നല്ലോ അല്ലേടോ? അതെ അതെ എന്ന് പറയാണ്. അതെ, ഇങ്ങനെ നടക്കുമ്പോ സൂക്ഷിക്കണം. കുറുനരികളൊക്കെ ഒറ്റക്ക് വന്നാല് ആണ് പ്രശ്നം, കൂട്ടായിട്ട് വന്ന വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, ഞങ്ങളെ പോലെ നിന്നിങ്ങനെ ഇതുപോലെ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ വെറുതെ വിടത്തുന്നില്ല, അവര് പറിച്ചു കീറി കളയും കേട്ടല്ലോ. അതെന്റെ ചുറ്റിക്കറങ്ങാണ്ട് പോവാൻ നോക്ക്. ശരി ഏമാനെ. എല്ലാ കാട്ടുമൂപ്പൻ അകത്തുണ്ടോടി എന്ന് ചോദിക്കാണ്. ഉണ്ട് ഏമാനെ. മൂപ്പനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാട്ടിനുള്ളിലേക്ക് പോവാട്ടോ. ഗംഗപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അമല് പറയുന്നുണ്ട്, അവര് ഫോറൻസിക് അവിടെ നിന്നുള്ള ആൾക്കാരാണ്, ഇടയ്ക്ക് ഇതുപോലെ ഇവിടേക്ക് വരും. അവര് പറഞ്ഞത് കേട്ടില്ലേ, ചെന്നായിക്കുള്ള കാര്യം, അത് കുറുനരികളുടെ കാര്യം അവര് പറഞ്ഞത്. നമ്മുടെ പരിചയമുള്ള ആൾക്കാരുടെ മണം കിട്ടിക്കഴിഞ്ഞാൽ കുറുനരികളൊന്നും ചെയ്യില്ല. പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ അവര് കടിച്ചു കീറി കളയും എന്ന് പറയാണ്. ഗംഗപ്രസാദിന് തലയാട്ടുന്നുണ്ട്. ശേഷം ആ രണ്ട് പോലീസുകാർ നേരെ പോണത് മൂപ്പന്റെ അടുത്തേക്കാട്ടോ. അപ്പൊ മൂപ്പന്റെ അടുത്ത് ഇങ്ങനെ വേലു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അമ്മാവ, അയാൾ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിനായകൻ, എടാ ആ പയ്യനൊരു നല്ല പയ്യനാണ്. അമലു ഏത് നേരവും അവന്റെ കൂടെയാണല്ലോ, എപ്പോഴും ചുറ്റിക്കറക്കാൻ തന്നെയാണല്ലോ. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമലുവിന്റെ അടുത്ത് നേരിട്ട് ചോദിക്കാൻ പാളെ. അതെങ്ങനെയാ ഞാൻ എന്തോ ചോദിച്ചാ അവർക്ക് ദേഷ്യം വരുമല്ലോ. എടാ അവനൊരു വയ്യാതെ കിടക്കുന്ന പയ്യനല്ലേ, അവൻ ഒരു വയ്യായിക മാറിക്കഴിഞ്ഞാൽ അവൻ പോയിക്കോളും. പാവം പയ്യൻ നാട്ടിലുള്ള ആൾക്കാരുടെ അതുപോലെ തന്നെ ഒരുപാട് ക്രൂരത ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ഫോട്ടോ എടുക്കാനും കാട്ടുമൃഗങ്ങളുടെ ഫോട്ടോ എടുക്കാനും വന്നവനാ. അവൻ ഈ അവസ്ഥ വന്നല്ലോ, അതുകൊണ്ട് പോലീസുകാരായാലും വന്ന അവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അവൻ വയ്യായികമായിട്ട് പോയിക്കോളോടാ എന്നിങ്ങനെ പറയാണ്. ശരി എന്ന് വേലു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പോലീസുകാരെ മൂപ്പന്റെ അടുത്തേക്ക് വരുന്ന കേട്ടോ. മൂപ്പ എന്ന് പറഞ്ഞ് വരുവാണ്. ഇതാര്? വരണം സാറേ. എന്തൊക്കെയുണ്ട് മൂപ്പ വിശേഷം? പുറത്തുനിന്ന് ആരെങ്കിലും ഇത് വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല സാറേ. അല്ല കഞ്ചാവ് കൃഷി അത് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇവിടെ വരാറില്ല സാധനം തപ്പിയിട്ട്. ഇല്ല സാറേ, അതുപോലത്തെ ശല്യമൊന്നും ഇപ്പൊ ഇവിടെ എന്തായാലും ഇല്ല. പിന്നെ നാട്ടിലെ പോലെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ. കാരണം വെച്ചാൽ നാട്ടിലാണ് ആൾക്കാര് മരവും അതുപോലെ തന്നെ കൃഷിസ്ഥലവും എല്ലാം വെട്ടിപ്പൊളിച്ചു ഫ്ലാറ്റൊക്കെ പണിയണത്. അവർക്കാണ് ഭൂമിയുടെ ശാപം കിട്ടുള്ളൂ. ഞങ്ങളെപ്പോലുള്ള ആൾക്ക് ഒരിക്കലും അങ്ങനെ കിട്ടില്ല. കാരണം ഞങ്ങള് മരങ്ങളും അതുപോലെ തന്നെ വനവും ഒക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരാ. ഇവിടെ അങ്ങനത്തെ ആൾക്കാരൊന്നും വരത്തില്ല സാറേ. അങ്ങനെ വന്ന വനദേവതകൾ വെറുതെ വിടില്ല എന്ന് പറയാണ്. തേനൊക്കെ ഉണ്ടോ? എടാ വേലു 2 കുപ്പി തേനെടുത്തുണ്ടോന്നടാ ആശാമാർക്ക് എന്ന് പറയാണ്. ശരി മൂപ്പ എന്ന് പറഞ്ഞിട്ട് 2 കുപ്പി തേനായിട്ട് ഇങ്ങനെ വരുവാട്ടോ വേലു. ആ തേൻ കുറച്ച് ആ പോലീസുകാരും കുടിക്കുന്നു. സൂപ്പർ സാധനം, ഇത് ഭാര്യക്കൊക്കെ കൊടുത്താ അവര് ഒരു ദിവസം കൊണ്ട് കുടിച്ചു തീർക്കും എന്ന് പറയാണ്. നല്ല തേൻ കിട്ടാൻ പ്രയാസാ സാറേ, മുമ്പത്തെ പോലല്ല. തേനീച്ചകൾക്ക് വംശനാശം സംഭവിച്ചോടാ എന്ന് പോലീസുകാരും ചോദിക്കുമ്പോ, പിന്നല്ലാതെ അവർക്കും വംശനാശമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക സാറേ. തേനൊന്നും പഴയ പോലെ കിട്ടുന്നില്ല. പിന്നെ ദേ വേലു പട്ടണത്തിലേക്ക് പോവാ. അറിയാലോ, അവനൊരു 5-6 മാസം കൂടുമ്പോ തേൻ ശേഖരിച്ച് കുപ്പിയിലാക്കി പട്ടണത്തിൽ കൊണ്ട് ആവശ്യക്കാരുണ്ടേ. അവരെല്ലാവരും നേരത്തെ തന്നെ പറഞ്ഞു വെക്കുന്നവരാ. അവർക്ക് കൊടുക്കാൻ തന്നെ തേൻ തികയുന്നില്ല സാറേ. അതുകൊണ്ട് സാറുമാരിന് തേൻ അന്വേഷിച്ച് പെട്ടെന്നൊന്നും വരണ്ട കേട്ടോ. ഒരു 7-8 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. തേനൊന്നും കിട്ടാനില്ല. ശരിയടാ. പിന്നെ ഇവിടെ പരിചയമില്ലാത്ത ആരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കണം കേട്ടോ. ശരി എന്ന് പറയടാ. അങ്ങനെ പോലീസുകാരെ തേൻകുപ്പിയായിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ആ സമയത്ത് വേലു പറയുന്നുണ്ട്, മാമ അവനെ കുറിച്ച് പറയാൻ പാടില്ലായിരുന്നു മാമ. എടാ മിണ്ടി പോകരുത്, അവനെ കുറിച്ച് ഒരു കാര്യം നമ്മൾ പറയരുത്. ഇവരെയൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാ ഇവരൊക്കെ. അവന്റെ ശത്രുക്കളുണ്ടല്ലോ, അവരുടെ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് അവനെ കുറിച്ച് ഇപ്പൊ ആടുത്തൊന്നും പറയണ്ട കേട്ടല്ലോ എന്ന് പറയാണ്. വേലൂരാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മനോഹറിനെയാണ്. മനോഹറിന്റെ അടുത്തേക്ക് കിരൺ വന്നിട്ടുണ്ട് കേട്ടോ. മനോഹർ ചോദിക്കണ്ട, എന്റെ മോളെ എനിക്കൊന്ന് മരിക്കുന്നതിന് മുമ്പ് കാണാൻ പറ്റുമോ സാറേ എന്ന് ചോദിക്കാണ്. കിരൺ പറയുന്നുണ്ട്, എടാ മനോഹറെ,
നിന്റെ ഈ വിഷമം കണ്ടിട്ട് കല്യാണി ഇന്നലെ കുഞ്ഞായിട്ട് ഇവിടെ വന്നതായിരുന്നു. ആ സമയത്താണല്ലോ സരയു അകത്ത് കയറി നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയത്. നിന്നെ സരയു കഴുത്തിനെ പിടിക്കുന്നത് കല്യാണിയാണ് കണ്ടത്. അവളാണ് നേഴ്സുമാരെ വിവരം അറിയിച്ചത്. കഴുത്തിന് ഇപ്പൊ നിനക്ക് വേദനയുണ്ടോടാ? ചെറിയ തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് സാറേ എന്ന് പറയാണ്. ഭാഗ്യത്തിന് നീ രക്ഷപ്പെട്ടു. പിന്നെ മാത്രല്ല, നീ ജയിലിൽ പോയാലും ആ കേസ് നടക്കുമായിരുന്നു. കേസ് നടന്നാലും കുഴപ്പമൊന്നുമില്ല സാറേ, ഞാൻ സരയുവിനെ ഒറ്റില്ല. സരയു അല്ല അത് ചെയ്തതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എടാ നീ അങ്ങനെ പറഞ്ഞാലും ഇവിടെ CCTV ഒക്കെ ഉണ്ടല്ലോ, അവളാണ് ഇത് ചെയ്തെന്ന് ഈസി ആയിട്ട് തെളിയിക്കാൻ എനിക്ക് പറ്റും. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എന്റെ മോളെ എനിക്ക് കാണാൻ പറ്റൂ സാറേ. അപ്പോ ഇന്നലെ ആ സംഭവം നടക്കുന്ന സമയത്ത് എന്റെ മോള് പുറത്തുണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. റിസ്ക് എടുത്തിട്ട് വന്നത്. ഭാഗ്യത്തിന് സരയു കല്യാണിനെ മോളെയും കണ്ടില്ല. കണ്ടെങ്കിലേ സരയും കല്യാണി വഴക്കായാനെ. സരയു പഴയ രീതിയിലേക്ക് തിരിച്ചു പോയാനെ. അവളിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എത്ര മാറിയെന്ന് പറയാലും അവൾക്ക് നിന്നോടാണ് ഏറ്റവും കൂടുതൽ പക. നിന്നെ അവൾ അത്രമാത്രം സ്നേഹിച്ചതാണല്ലോ എന്ന് പറയാണ്. എനിക്കറിയാം സാറേ, സാറിന് എന്റെ അവസ്ഥയൊക്കെ അറിയാലോ. ചെറുപ്പത്തിൽ 15 വയസ്സുള്ളപ്പോഴാ ഞാനൊരു റിസോർട്ടിൽ ജോലിക്ക് നിന്നത്, മൂന്നാറ്. അവിടെ ഒരു ആ റിസോർട്ടിൽ ഉടമയുടെ മോള്, അവർക്ക് എന്നെക്കാളും പ്രായമുണ്ട്, 10-18 വയസ്സുണ്ടാവും. അവർക്കാണ് എന്നോട് ആദ്യ പ്രണയം തോന്നിയത്. ഞാൻ അന്ന് അവരുടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊന്നും വഴങ്ങാത്തത് കൊണ്ട് അവർക്ക് എന്നോട് ദേഷ്യമായിരുന്നു. അതിന് അവരുടെ അച്ഛനോട് പോയി പറഞ്ഞു. ഞാൻ അവളുടെ കൈയിൽ കയറി പിടിച്ചെന്നും അവളെ മോശമായ രീതി കയറി പിടിച്ചെന്നു. അതിനെയാണ് എന്നെ പോലീസിലിട്ട് ജുവനൽ ഹോമിൽ വരെ ഇട്ടു. പിന്നീട് എനിക്ക് ദേഷ്യമായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ അനുഭവിച്ചതൊന്നും നിസ്സാരമല്ല സാറേ. പണക്കാരി പെണ്ണുങ്ങൾക്ക് ദേഷ്യമായിരുന്നു. പിന്നെ അത് പണം നേടിയെടുക്കാനുള്ള ഒരു ഇതാക്കി എടുത്തു ഞാൻ. അങ്ങനെയാണ് സാറേ എന്റെ കാര്യം. എല്ലാം അറിയാടാ. നീ ഇപ്പൊ മാറിയെന്നൊക്കെ എനിക്കും കല്യാണിക്കും മനസ്സിലായി. അതാണല്ലോ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ സാറേ ഒരിക്കലും അത് മാറില്ലടാ എന്ന് പറയാണ്. എനിക്കറിയാം സാറേ, പക്ഷെ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ മോളൊന്ന് വന്ന് കാണിക്കണം കേട്ടോ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ സാറേ. നോക്കാടാ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം കാണിക്കാൻ സരയുവിനെയാണ്. സരയു കമ്പനിയിൽ കല്യാണി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സരയു കല്യാണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? എന്താ സരയു നീ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്റെ ഉദ്ദേശം ഇപ്പൊ വേറെയാണല്ലോ. ഞാനിപ്പോ ഇവിടെ കമ്പനിയിലെ കാര്യങ്ങൾ ഇപ്പൊ 2 ദിവസത്തെ ശ്രദ്ധ കുറവാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞയക്കണമെന്നുണ്ടോ? ഈ കമ്പനി നല്ല രീതിയിൽ പോവാണല്ലോ. സരയു അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നീ നിന്റെ ഫോണിൽ മെസ്സേജ് നോക്കിയില്ലേ? മെസ്സേജോ? ആ ഫോണിലെ മെസ്സേജ് നോക്ക് എന്ന് പറയാണ്. സരയു മെസ്സേജ് നോക്കുമ്പോ സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടോ? ഓ സാലറി വന്നോ? ഇന്നത്തെ ദിവസം പോലും എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പൈസ ചോദിക്കാൻ എങ്ങനെ ചോദിക്കുമെന്ന് മടിച്ചിരിക്കുന്ന സമയത്താ കല്യാണി സാലറി ഇട്ടത്. എന്തായാലും ഇത് മതി. നിനക്കെന്താ സരയു പൈസയുടെ ആവശ്യം? ഞങ്ങൾക്ക് ചോദിച്ചൂടെ? എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല കല്യാണി, ഇത് വേറൊരു ആവശ്യത്തിനോ? അതെന്താന്ന് ചോദിക്കുമ്പോ അതൊക്കെ ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ തന്ന സാലറി ഉണ്ടല്ലോ, അതിന് 10 പൈസ പോലും ഞാൻ എടുത്തിട്ടില്ല. അതിന് മുമ്പത്തെ സാലറി തന്നെ മിച്ചം വെച്ചിട്ട് ബാക്കി ഇരിപ്പുണ്ട്. ഞാനും അമ്മയും മാത്രമല്ല ഇപ്പൊ വീട്ടിലുള്ളൂ. കുഞ്ഞിന്റെ കാര്യവും ശാരിയമ്മയുടെ കാര്യമൊക്കെ നിങ്ങളൊക്കെ തന്നെയല്ലേ നോക്കണത്. പിന്നെ താരമ്മയുടെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ട്. പൈസയൊക്കെ കയ്യിൽ കുറെ ലാഭിഷാണ്. അതൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കാം ഒരു ആവശ്യത്തിന് വേണ്ടി. എന്താവശ്യം സരയു? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കല്യാണി. എങ്കിലും ശരി എന്ന് പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് പോവാട്ടോ. കല്യാണിക്ക് കാര്യം മനസ്സിലായി. ആർക്ക് കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി സരയു പൈസ കൂട്ടി വെക്കുവാണെന്ന്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ മനോഹറിനെ കുറിച്ച് ഷാരി എടുത്ത് രൂപ പറയാട്ടോ. മനോഹറിന് നല്ല മാറ്റമുണ്ട്, അവനാകെ മാറി എന്ന് പറയുമ്പോ അങ്ങനെ അവനെ വിശ്വസിക്കാൻ പറ്റൂ രൂപയെ? എത്ര പെണ്ണുങ്ങളുടെ ജീവിതം അവൻ തകർത്തേക്കണത്, ചതിയനാവൻ എന്ന് പറയുമ്പോഴേക്കും രൂപ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജയിലിൽ കിടക്കുന്ന ഭർത്താവിന് നിങ്ങളുടെ മോളൊക്കെ ഞങ്ങൾ വിശ്വസിക്കണതോ? നിങ്ങൾ എന്തുമാത്രം ക്രൂരത ഞങ്ങളോട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തത് നിങ്ങളുടെ മോള സരയു. അവളോടല്ലേ ഞങ്ങൾ ആദ്യം ക്ഷമിച്ചത്. അതുപോലത്തെ മാറ്റം തന്നെയാണ് മനോഹറിനെ സംഭവിച്ചിരിക്കുന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും മനോഹറിന് സരയുവിനെ സ്വീകരിക്കില്ല. അവളുടെ മനസ്സിൽ അത്രമാത്രം മുറിവേൽപ്പിച്ചില്ല ഭർത്താവ് അവളെ ചതിച്ചേക്കണത്. അത് അവൾ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ കിരൺ അങ്ങോട്ടേക്ക് വരുവാട്ടോ. ആഹാ, കിരൺ മോൻ എത്തിയല്ലോ എന്ന് ഷാരി പറയണ്ട്. ആ ഇന്ന് ഞാൻ ഫ്രീ ആണ്, മോളെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോകാനായിട്ടായിരുന്നു. ആണോ? ഇന്നാ എന്ന് പറഞ്ഞിട്ട് കിരണിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കാണ് ഷാരി. മോളെ നമുക്ക് പുറത്തേക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് കിരൺ പുറത്ത് കൊണ്ടുപോകാൻ പോകുമ്പോഴേക്കുമാണ് അവിടേക്ക് സരയു വരുന്നത് കേട്ടോ. ആഹാ കിരണെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് സാലറി വന്നല്ലോ, മോളെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോകാൻ പോയായിരുന്നു. ആണോ? ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോകാൻ പോയായിരുന്നു. കിരണെ, നിനക്ക് എപ്പോഴെങ്കിലും മോളെയും കൂട്ടിക്കൊണ്ട് പോവാലോ. എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ ലീവ് ചോദിച്ചിരിക്കുക. ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോട്ടെ. അമ്മ റെഡിയായോ? ആ ഞാൻ റെഡിയാ, എന്ന് ഞങ്ങൾക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഷാരിനെയും കൂട്ടിക്കൊണ്ട് സരയു പോകാട്ടോ. അവര് പോയി കഴിയുമ്പോഴേക്കും രൂപ ചോദിക്കണ്ട്, നീ മോളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പോവായിരുന്നോ? അതെ അമ്മേ, മനോഹറിനെ കാണിക്കാൻ. വേണ്ട മോനെ, മനോഹർ എത്രയൊക്കെ നല്ലവനായെന്ന് പറഞ്ഞാലും അവനെ മോളെ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് രൂപ പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.